ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാൻ കിച്ചണിൽ നിന്ന് ചായ ഉണ്ടാക്കും തിരക്കിലാണേ. ഞങ്ങളെ ക്വാർട്ടേഴ്സിൻ്റെ മറ്റ് റൂമുകൾ അപേക്ഷിച്ച് കിച്ചൺ ഇച്ചിരി വലിപ്പം കുറവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ഉപയോഗം കൂടെ ഉണ്ടേ. കയ്യെത്തും ദൂരത്ത് തന്നെ കുക്ക് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് പണിയും കഴിയും, സമയവും ലാഭം കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ചെറിയ കിച്ചണിൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. അബിയും ഫെബിയും ക്ലാസ് കഴിഞ്ഞ് എത്താറായേ. എന്നാൽ പിന്നെ ഒരു കട്ട്ലറ്റും കൂടെ ആയാലോ എന്ന് അതിൻ്റെ പണിത്തിരക്കിലാണ് കേട്ടോ ഞാൻ. ഫെബിക്കുന്ന സ്കൂൾ ഫെയർവെല്ലാണേ. സ്കൂൾ ലൈഫിൻ്റെ സുന്ദരമായ ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് +2ൻ്റെ ലാസ്റ്റ് ഡേ ഒന്ന് കഴിയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി വിശേഷങ്ങളായിട്ടായിരിക്കും അവൻ വരുന്നത്. എൻ്റെ കയ്യിൽ ബ്രെഡ് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ റസ്ക് പൊടിച്ചിട്ടാണ് കേട്ടോ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. കട്ട്ലറ്റ് ഉണ്ടാക്കി തുടങ്ങി കഴിയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് നാളെ വാലന്റൈൻസ് ഡേ അല്ലേ, അപ്പോൾ എന്തെങ്കിലും വാലന്റൈൻ സ്പെഷ്യൽ വേണമല്ലോ എന്ന്. എന്നാൽ പിന്നെ ഒരു വാലന്റൈൻ ഹാർട്ട് ഉണ്ടാക്കിയാലോ എന്ന് ഓർത്ത് അത് തുടങ്ങാമെന്നുള്ള തയ്യാറിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കട്ട്ലറ്റ് തയ്യാറായി. ഞാൻ വാലന്റൈൻ ഹാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു റെഡ് തുണി കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ടാണ് വാലന്റൈൻ ഹാർട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ എടുത്ത റെഡ് തുണി ഇച്ചിരി കട്ടി കുറവായ കാരണം ഞാനൊരു പേപ്പർ സ്റ്റിഫ് കൂടെ ചേർത്ത് വെച്ച് അയൺ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. വെൽവെറ്റ് തുണി, ഏത് തുണി വേണോ നിങ്ങൾക്ക് എടുക്കാം. ഷേപ്പ് കിട്ടാൻ വേണ്ടി എന്തെടുക്കുമെന്ന് ഓർത്തപ്പോഴത്തേക്കാണ് എനിക്കിവിടെ കേക്കിൻ്റെ ഒരു ബേസ് കിട്ടിയത് കേട്ടോ. എന്നാൽ പിന്നെ അത് വെച്ച് തന്നെ ഹാർട്ട് വരയ്ക്കാമെന്ന് ഓർത്ത് ഞാൻ ആ ബേസ് വെച്ച് സെയിം 2 ഹാർട്ട് കട്ട് ചെയ്തെടുക്കുകയാണേ. ഇനിയിപ്പോൾ അടുത്ത പണി എന്താണെന്നല്ലേ, ഈ 2 ഹാർട്ടിനെയും നല്ല വശങ്ങൾ തമ്മിൽ ഒന്നുപോലെ ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഇങ്ങനെ തെന്നി മാറിപ്പോവാത്ത രീതിക്ക് ഒരു പിന്ന് ചെയ്യുക. പിന്ന് ചെയ്ത് വെച്ച ശേഷം മാർക്ക് ചെയ്ത അതിൻ്റെ അകത്ത് കയറ്റി സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല, അതിൻ്റെ പുറത്തൂടെ സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്തെടുക്കരുത്. ആ എൻഡിൽ ഇത്രയും വലിപ്പത്തിൽ ഒരു കുഞ്ഞു ഹോൾ ഇട്ടയ്ക്കണം. അവിടെയാണ് നമുക്ക് കോട്ടൺ ഫില്ല് ചെയ്യാനുള്ളത്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിരിച്ചെടുക്കാം കേട്ടോ. തിരിച്ചെടുക്കാൻ വേണ്ടി ഈ പുറത്ത് സ്റ്റിച്ച് ചെയ്ത പാർട്ട് അകത്താക്കി അകവശം പുറത്താക്കി ഇങ്ങനെ ഒന്ന് മറിച്ചിട്ടെടുക്കണം കേട്ടോ. നല്ലപോലെ ഫിനിഷാക്കി അതിനെ മറിച്ചിട്ടെടുക്കണേ. ഇനി ഇതിനകത്ത് കോട്ടൺ ഫില്ല് ചെയ്ത് കൊടുക്കാം. കോട്ടൺ ഫില്ല് ചെയ്യുമ്പോൾ നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം. സ്പേസ് വരാൻ പാടില്ല. നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രമേ അതിന് ഫിനിഷിങ് വരത്തുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഞാനിവിടെ നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സ്പേസ് ഒന്നും കാണാത്ത രീതിക്ക് നല്ലപോലെ ഫിനിഷ് ചെയ്തെടുക്കുകയാണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത് വന്നപ്പോൾ ഒരു കുഞ്ഞു ഹോൾ ഇട്ടിട്ടുണ്ടല്ലോ, അതിനൊന്ന് ക്ലോസ് ചെയ്യണം. അതിനു വേണ്ടി കണ്ടില്ലേ ഇത്. ഇനിയിപ്പോൾ ഈ ഓപ്പൺ ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ നീഡിലും ത്രെഡും എടുത്തിട്ടുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി, കംപ്ലീറ്റ് ആയി കഴിയും. ജസ്റ്റ് ഇങ്ങനെ സ്റ്റിച്ചിൻ്റെ കറക്റ്റ് പിടിച്ച് ഉള്ളിലോട്ട് മടക്കി ഒന്ന് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതേ ഹാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടേ. ഇതിപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും എഴുതണമെങ്കിൽ എംബ്രോയിഡറി ത്രെഡോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇവിടെ എഴുതാം. പിന്നെ ലേസ് എന്തെങ്കിലും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. സൈഡ് വേണമെങ്കിൽ ലേസ് വെച്ച് കൊടുക്കാം, ഇങ്ങനെ ബോർഡർ പോലെ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാം. അതെല്ലാം നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യാമേ. പിന്നെ ഇതിനി വലുതാക്കി ഈ സെയിം ഇതുപോലെ ഡിസൈൻ വലുതാക്കി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സെറ്റുകളിലൊക്കെ ഇങ്ങനെ പില്ലോ പോലെ യൂസ് ചെയ്യാൻ വെക്കാനുള്ള. ഇതിപ്പോൾ വാലന്റൈൻ ആയിട്ട് ഞാനിന്ന് ഈ ഒരു റെഡിൽ ഇങ്ങനെ ഒരു തീമിൽ ചെയ്തേ ഉള്ളൂ കേട്ടോ. അങ്ങനെ സ്കൂൾ ലൈഫിനോട് ബൈ പറഞ്ഞുകൊണ്ടാണ് ഫെബിയുടെ ഇന്നത്തെ വരവ് കേട്ടോ. ഫെബിക്ക് പറയാനായിട്ട് ഒത്തിരി വിശേഷങ്ങൾ കാണും. എന്നാൽ പിന്നെ ചായ കുടിയും കട്ട്ലറ്റും സോസും കഴിച്ചുകൊണ്ടുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.